പടക്കം പൊട്ടിച്ചും വലിയ ശബ്ദത്തിൽ വാദ്യമേളങ്ങളൊക്കെ ഉപയോഗിച്ചുമൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ഒരു വീട്ടിൽ മരണം നടന്നിട്ടുള്ള കാര്യം മറ്റുള്ളവരെ അറിയിച്ചിരുന്നത്. ഇന്നും സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതൊരു ആചാരം എന്നതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിക്ക്, അതായത് മരിച്ച ആ ഒരു വ്യക്തിക്ക് സമൂഹം നൽകുന്ന ഒരു ആദരവാണ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുടനീളം പൂക്കൾ വിതറുകയും അതുപോലെ തന്നെ ഡാൻസ് കളിച്ചും വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുമെല്ലാം ആ വ്യക്തിക്ക് ആദരം നൽകാറുണ്ട്. ആ ഒരു വ്യക്തിക്ക് സമൂഹം എത്രമാത്രം വാല്യൂ നൽകുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു വിലാപയാത്രയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സംഘം കൃതികളിൽ പോലും ഈ ഒരു വിലാപയാത്രയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ശബ്ദത്തിൽ വാദ്യമേളങ്ങളൊക്കെ ഉപയോഗിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക്, അതായത് മരണപ്പെട്ടിട്ടുള്ള ആ ഒരു ആത്മാവിൻ്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ് എനർജീസും വരാതിരിക്കുവാനും ആ ഒരു ആത്മാവിന് മോക്ഷം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആഘോഷമോ അന്ധവിശ്വാസമോ ഒന്നുമല്ല. മനുഷ്യവികാരങ്ങൾക്ക് ശബ്ദം നൽകിയ ഒരു സംസ്കാരമാണ്.